ഗൈസ് വാട്സ്ആപ്പ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നൈക്ക പിങ്ക് ഫ്രൈഡേ സെയിലിനെ പറ്റിയാണ്. സോ അത് നൈക്ക പിങ്ക് ഫ്രൈഡേ സെയിലിൽ നിന്ന് ഞാൻ വാങ്ങിയ കുറച്ച് ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത്. ഒത്തിരി വലിയ വീഡിയോ ഒന്നും അല്ല, ഞാൻ ഒത്തിരി ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. സോ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. എനിക്ക് ആവശ്യമായിട്ടുള്ള, എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് വാങ്ങിച്ചത്. സോ നമുക്ക് വീഡിയോ കാണാം. സോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വിതൗട്ട് എനി ഫർദർ ഡു ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. സോ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത്, ഞാൻ കുറേ നാളായിട്ട് എനിക്ക് വാങ്ങിക്കണം എന്ന് വിചാരിച്ച ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ഇനസ്ഫ്രീയുടെ സൂപ്പർ വോൾക്കാനിക് പോർ ക്ലേ മാസ്ക് ആണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുന്നത്, ഒരു ഡാർക്ക് ബ്രൗൺ ആൻഡ് വൈറ്റ് പാക്കേജിങ്ങിലാണ് വരുന്നത്. സോ ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ പാക്കേജിങ്. അപ്പോൾ ഇത് ആക്ച്വലി ഇത് 1100 എങ്ങാണ്ടാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ്. 1100 നിങ്ങൾ വിചാരിക്കും എന്താ പറയുന്നത്, വളരെ ചെറിയൊരു ബോട്ടിലാണ് എന്ന് വിചാരിച്ചേക്കാം. ആക്ച്വലി ഇത് നിങ്ങൾക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാം. കാരണം ചെറിയ ബോട്ടിലാണെങ്കിലും ഇതൊരു ക്ലേ മാസ്ക് ആണ്. അപ്പം ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ. അപ്പം നിങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു വളരെ ചെറിയൊരു എമൗണ്ട് എടുത്താൽ മതിയാവും, നിങ്ങൾക്ക് ഫുൾ ഫേസ് കവർ ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കാതെ ഇരിക്കേണ്ട. കാരണം 1000 റുപ്പീസിന് എന്തായാലും നിങ്ങൾക്ക് വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് ഞാനൊരു 1 ടൈം യൂസ് ചെയ്തു. എനിക്ക് എന്താ പറയുക, കുറച്ച് ഒരു ചെറുതായിട്ടൊരു ഡ്രൈ ആക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി ഫേസ്. പക്ഷേ അത് എന്താ പറയുക, നമ്മൾ എന്തൊരു സാധനം ഉപയോഗിച്ചിട്ടോ അത് കഴിഞ്ഞ് നിങ്ങളൊരു ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എനിക്ക് ഏകദേശം ഓക്കെയാണ് ഈ പ്രൊഡക്റ്റ്. ആക്ച്വലി ഇനസ്ഫ്രീയുടെ എല്ലാ പ്രൊഡക്ട്സും എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇതും എനിക്ക് അതുപോലെ തന്നെ വർത്തായിട്ട് തോന്നിയ ഒരു പ്രൊഡക്റ്റാണ്. സോ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മുഖത്ത് ചെറിയ സ്കാർസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് പർച്ചേസ്. നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നൈക്കയുടെ സ്കിൻ ജീനിയസ് ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ഇത് ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ ആണ്. ഓഫ് കോഴ്സ് ഇന്ന് ഞാൻ ആ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ശരിക്കും ഈ ഫൗണ്ടേഷൻ ഇഷ്ടപ്പെട്ട്. അവർ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഒരു ഹൈഡ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ, അതായത് വളരെ ചെറുതായിട്ട് ഒരു തിളക്കം ഉണ്ടോയെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതായത് ചെറുതായിട്ടൊരു ഗ്ലോ ഉണ്ട് ഫേസിൽ. ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് എ ഗ്രേറ്റ് ഫൗണ്ടേഷൻ. സോ ഈ ഒരു പ്രൈസിൽ ഇത്രയും നല്ല ഫൗണ്ടേഷൻ ഇറ്റ്സ് ലൈക്ക് ഓക്കെ. പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ സൈസ്, വിച്ച് ഈസ് ക്വൈറ്റ് ഡിസപ്പോയിൻറ്റിങ്. കാരണം സൈസ് വളരെ എന്താ പറയുന്നത്, വളരെ കുഞ്ഞു സൈസാണ്. പക്ഷേ ഇതിൻ്റെ 30 ml ആണ് കേട്ടോ, 30 ml ആണ്. സോ ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എൻ്റെ ഷെയ്ഡ് എല്ലാം ആക്ച്വലി ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ട്രൂ ടാൻ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് ഫസ്റ്റ് എൻ്റെ കൈ കിട്ടി ഞാനിത് ഉപയോഗിക്കാൻ പോയപ്പോഴത്തേക്ക് ലൈക്ക് ലിറ്റിൽ ബിറ്റ് ഷോക്ക്, ബിക്കോസ് ഇത് കുറച്ച് ഡാർക്കായിരുന്നു. എനിക്കങ്ങനെ കണ്ടപ്പോൾ തോന്നി. പക്ഷേ എനിക്ക് എല്ലാം ഇട്ട് വന്നപ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ലൈക്ക് എ പെർഫെക്റ്റ് ഷെയ്ഡ് ഫോർ മീ. ദ മീഡിയം ടു ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആണ്. പിന്നെ നിങ്ങൾക്ക് ബിൽഡബിൾ ഫൗണ്ടേഷനും കൂടെ ആണ്. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ്. പക്ഷെ നിങ്ങൾ കറക്റ്റ് ഷെയ്ഡ് ചൂസ് ചെയ്യുക. ആക്ച്വലി ഇത് ഞാൻ എൻ്റെ നേരത്തെ പ്രീവിയസ് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ കറക്റ്റ് ഷെയ്ഡ് യൂസ് ചെയ്യുക. നിങ്ങളുടെ ഷെയ്ഡ് കറക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഫൗണ്ടേഷൻ അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ ഫേസിനേക്കാളും ഒരു ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് നോക്കി സെലക്ട് ചെയ്താൽ എല്ലാ മേക്കപ്പും എല്ലാം ഇട്ട് വരുമ്പോഴത്തേക്ക് നല്ലതായിരിക്കും. സോ എൻ്റെ തേർഡ് പർച്ചേസ് എന്ന് പറയുന്നത് ഇതാണ്. ആക്ച്വലി ഇത് വന്നിട്ട് മേബിലിൻ സൂപ്പർ സ്റ്റേ ഇങ്ക് ക്രയോൺ ആണിത്. ഞാനിതൊന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് ആക്ച്വലി നല്ല ഷെയ്ഡാണ്. എനിക്ക് ഇത് എന്താ പറയുന്നത്, ആ പിക്ചർ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഇത് ഇഷ്ടപ്പെട്ട്. പക്ഷെ ഞാനിത് എൻ്റെ ലിപ്സിൽ യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു ചെറുതായിട്ടൊരു
ലൈറ്റായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത് എൻ്റെ ഫേസുമായിട്ട് നല്ലോണം അങ്ങോട്ട് സിങ്ക് ആവാത്ത പോലെ എനിക്ക് തോന്നി. ഞാൻ പക്ഷേ ഇത് ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ കളർ എൻ്റെ മുഖത്ത് ചേരുന്നില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കളർ ഷെയ്ഡൊക്കെ ഞാൻ കൊടുക്കാം. എനിക്കിത് ഏത് ഷെയ്ഡാണെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് വന്നിട്ട് ഷാർപ്പനറാണ്. സോ നിങ്ങൾക്ക് ഷാർപ്പനറും ഉണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ ഷാർപ്പനറൊന്നും വാങ്ങിക്കേണ്ടി വരത്തില്ല. ഷാർപ്പനറും ഉണ്ട്, വിച്ച് ഈസ് ലൈക്ക് പ്ലസ് പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ അടിപൊളിയാണ്, നല്ല പാക്കേജിംഗ് ആണ്. എന്താ പറയുന്നത്, ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് ഇത് ഇളകിയൊന്നും വരത്തില്ല, നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഇത് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഷെയ്ഡ് നമ്മൾ വാങ്ങിച്ച് സപ്പോസ് ആ ഷെയ്ഡ് നമുക്ക് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആകണ്ട. കാരണം നമുക്ക് ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക്കായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഇടാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതാണ് എൻ്റെ തേർഡ് പർച്ചേസ്, വിച്ച് ഈസ് ക്വൈറ്റ് ഗുഡ്. നല്ലതാണിത്. ആൻഡ് ദ ഫോർമുലേഷൻ ഈസ് സോ ഗുഡ്. നല്ല സ്മൂത്ത് ആയിട്ട് പോവും. ഫോർമുലേഷൻ ഈസ് സൂപ്പർ ഗുഡ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു ചെറിയൊരു ലൈറ്റ് കളറായിട്ട് തോന്നി. ബട്ട് ഇത് എന്തായാലും ഞാൻ ഏതെങ്കിലുമൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ഉറപ്പായിട്ടും യൂസ് ചെയ്യും. സോ ഇതാണ് എൻ്റെ തേർഡ് പർച്ചേസ്. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇത് വന്നിട്ട് ലിനേജിൻ്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ്. ആക്ച്വലി ഇത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എനിക്ക് കാണാപ്പാടാം, കാരണം കുറേ നാളായിട്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സാധനമായത് കാരണം ഇത് 500 റുപ്പീസിൻ്റെയാണ്. ഇപ്പം നൈക്കയുടെ സെയിൽ പോകുന്ന സമയത്ത് ഇത് ആക്ച്വലി 450 റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചത്. എങ്കിലും 50 റുപ്പീസ് എങ്കിൽ 50 റുപ്പീസ് എനിക്ക് കുറച്ച് കിട്ടി. ഞാൻ കാത്തിരുന്ന് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണിത്, വിച്ച് ഈസ് വൺ ഓഫ് ദ ഗുഡ് പ്രൊഡക്റ്റ്. ഇതാണ് ഇതിൻ്റെ പാക്കേജിങ്. 8 ഗ്രാം ആണ് ഈ പ്രൊഡക്റ്റ്. 450 റുപ്പീസ്. സ്ലീപ്പിംഗ് മാസ്ക് ആണ്. ആക്ച്വലി ഇതെല്ലാവരും ഒത്തിരി യൂട്യൂബേഴ്സ് ഇതിനെപ്പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആൻഡ് ഐ ഓൾസോ ഫെൽ ലൈക്ക് ഐ നീഡ് ടു ട്രൈ ദിസ്. കാരണം എൻ്റെ ചാപ്പ് ലിപ്സ് ആണ്, നല്ല ഡ്രൈ ലിപ്സ് ആണ്, ഒരു അങ്ങേറ്റത്തെ ഡ്രൈ ലിപ്സ് ആണ്. ഇങ്ങനെ വരണ്ട് ഇങ്ങനെ ഉണങ്ങിയിരിക്കും. ഇപ്പം എനിക്കൊരു ഒരു സ്വഭാവം ഉണ്ട്, അതിങ്ങനെ എടുത്തെടുത്ത് വിടും ഞാൻ. അപ്പം അത്രയ്ക്ക് വരണ്ട ലിപ്സാണ് എൻ്റെത്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ളൊരു മാസ്ക് എനിക്ക് അത്യാവശ്യമാണ്. കാമയുടെ ലിപ് ബാം ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കത് ഒത്തിരി ഇഷ്ടമാണത്. നല്ലൊരു ലിപ് ബാം ആണ്, പക്ഷേ അതൊരു സ്ലീപ്പിംഗ് മാസ്ക് അല്ല. അപ്പോൾ എനിക്കൊരു സ്ലീപ്പിംഗ് മാസ്ക് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അത്, ലിനേജിൻ്റെ ആണ്. ഇതിനൊരു സ്മെല്ലുണ്ട്. അതായത് ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ബെറി ഫ്ലേവർ ആണ്. സോ ഇതിനൊരു സ്മെല്ലുണ്ട്. അത് ആക്ച്വലി എനിക്ക് അറിയത്തതേ ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ഐഡിയ എനിക്കില്ല. കാരണം ഒരു യൂട്യൂബേഴ്സും ഇതിനൊരു ബെറി സ്മെല്ലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ആക്ച്വലി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ചിലപ്പോൾ ഞാനിത് വാങ്ങിക്കത്തില്ലായിരുന്നു. കാരണം എനിക്ക് മോസ്റ്റ്ലി എൻ്റെ ഫേസിന് അതുപോലെ തന്നെ ലിപ്സിന് ഈ ഒരു സ്മെല്ല് വരുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഇപ്പോൾ സ്മെല്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ കാണിച്ച മേബിലിൻ്റെ ആ ഒരു ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, അതിനും ഒരു ചെറിയ ഒരു ഒരു സ്മെല്ലുണ്ട്. എനിക്കാണെങ്കിൽ സ്മെല്ല് വരുന്നത് ഇഷ്ടമേ അല്ല. കാരണം എന്നിട്ട് നമ്മുടെ ബാത്തിങ് പ്രൊഡക്ട്സ് അതുപോലെ തന്നെ ഹെയർ പ്രൊഡക്ട്സിനൊക്കെ സ്മെല്ല് വരുന്നത് അടിപൊളിയാണ്. പക്ഷേ ഈ മുഖത്തിടുന്ന കോസ്മെറ്റിക്സ് അതുപോലെ ലിപ്സിലൊക്കെ ഇടുന്നതിൻ്റെ സ്മെല്ല് വരുന്നത് എനിക്ക് കുറച്ച് ഡിസ്കസ്റ്റിംഗ് ആണ്. പക്ഷെ എടുക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ സ്മെല്ല്. ഇട്ട് കഴിഞ്ഞ് ഒരു ഇച്ചിരി നേരം കഴിഞ്ഞ് നിങ്ങൾക്കത് അറിയാൻ പോലും പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ ഫോർമുലേഷൻ, സ്ലീപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞപ്പം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതായത് ഒരു ബട്ടർ ഉണ്ടല്ലോ, ബട്ടർ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അമൂലിൻ്റെ ബട്ടറൊക്കെ, ആ ബട്ടർ എടുത്ത് നിങ്ങൾ ഇട്ടാൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ ഫോർമുലേഷൻ ഈസ് ലൈക്ക് ഹെവൻ. അടിപൊളി ഫോർമുലേഷനാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല സൂപ്പർ ഫോർമുലേഷനാണ്. ഇത് സ്ലീപ്പിംഗ് മാസ്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സ്ലീപ്പിംഗ് മാസ്ക്, അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ 4th പർച്ചേസ്.
എൻ്റെ 6th പർച്ചേസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് മാട്രിക്സിൻ്റെ ഒരു സെറമാണ്. ഇതാണ് ഇതിൻ്റെ ബോട്ടിൽ. ഇത് 100 ml ആണ്. പ്രൊഫഷണൽ 6-in-1 സെറമാണിത്. നിങ്ങളുടെ ഹെയർ ഒരു ഫ്രിസി ഹെയർ ആണെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, ഇത് വാങ്ങിച്ചോ. സോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി സ്മൂത്ത് ആയിട്ട് കിട്ടും. അപ്പോൾ ഫ്രിസി ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ ആവശ്യമാണെങ്കിൽ ഈ ഒരു സെറം വാങ്ങിക്കാവുന്നതാണ്. എനിക്ക് ശരിക്കും ഈ സെറം ഇഷ്ടപ്പെട്ട്, നല്ലതാണ്. സോ ദിസ് ഈസ് മൈ 5th purchase. I am like super satisfied with this product. So I will highly recommend this product. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാനിത് ഒത്തിരി നാളായിട്ട് നോക്കിയിരുന്നായിരുന്നു നൈക്കയിൽ. ഇതെനിക്ക് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പം ഇത് മേബിലിൻ്റെ ലൈൻ ടാറ്റു ഹൈ ഇമ്പാക്റ്റ് ലൈനറാണ്. ഇത് കുറച്ച് പാടാണ് വരെ. ഞാൻ എൻ്റെ കണ്ണ് എഴുതിയിരിക്കുന്നത് ആക്ച്വലി ഈ ലൈനർ കൊണ്ടാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. സാധാരണ ഞാൻ ഉപയോഗിക്കുന്നത് ലാക്മി 95 ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ഐലൈനർ കൊണ്ടാണ് എൻ്റെ കണ്ണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല തിൻ ലൈൻ ഉണ്ടല്ലോ, എത്രത്തോളം തിന്നാക്കാമോ അത്രത്തോളം നിങ്ങൾക്ക് തിന്നായിട്ട് നിങ്ങൾക്ക് ഇത് എഴുതാൻ സാധിക്കും. പക്ഷേ ഒരു ചെറിയൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ അതായത് ഇങ്ങനെയുള്ള ലൈനേഴ്സ് ഉണ്ടല്ലോ, പെൻ ലൈനേഴ്സ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കുറച്ച് കെയർഫുൾ ആയിട്ട് വേണം എഴുതാൻ. കാരണം ഞാനിത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്തത്. എനിക്ക് എന്താ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കണം. കാരണം അത്രയും നൈസായിട്ടുള്ളൊരു നീഡിൽ പോലല്ലേ ഇരിക്കുക, അതുകൊണ്ട് എഴുതിയിട്ടില്ല. നമ്മൾ സാധാരണയൊക്കെ എഴുതുന്നത് ബ്രഷ് ടൈപ്പ് ആയത് കാരണം നമുക്ക് ഈസി ആയിട്ട് എഴുതാം. പിന്നെ നമുക്കതിൽ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് എന്താ പറയുക കെയർഫുൾ ആയിട്ട് എഴുതുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു കല്യാണത്തിന് പോകുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുന്നതിന് മുമ്പായിട്ടൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ പതുക്കെ എഴുതി നോക്കുക. എന്നിട്ട് എന്താ പറയുന്നത് കുറച്ചും കൂടെ തിക്കായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ആദ്യം എഴുതുമ്പോൾ കുറച്ച് സൂക്ഷിച്ചെഴുതുക. ഇത് അടിപൊളി പ്രൊഡക്റ്റാണ്. ഭയങ്കര നല്ല ബ്ലാക്ക് കളറാണ്, നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ്. നല്ല പ്രൊഡക്റ്റാണ്. വിങ് ഐലൈനേഴ്സ് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, മോസ്റ്റ്ലി എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിങ് ഐലൈനേഴ്സ് മാത്രമല്ല ഏത് രീതിയിലുള്ള ഐലൈനറും എന്താ പറയുന്നത് ഏത് രീതിയിലുള്ള ഡിസൈൻ വരുന്നതൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് ചെയ്യാവുന്നതാണ്. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റ്. ഇത് വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഇതിൻ്റെ അടിപൊളി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് തോന്നുന്നു ഞാൻ ഈ വാങ്ങിച്ച കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. സോ ഡെഫിനറ്റ്ലി ഞാനിത് വിൽ ഹൈലി റെക്കമെൻഡ് ദിസ്. സോ ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് അവൻ്റെ കൂടെ ഞാൻ ഈ വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമെന്ന്. സോ നിങ്ങളിത് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ പറയുന്നത് ഇപ്പോഴും ആ ഒരു ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് വാങ്ങിക്കാവുന്നതാണ്. ഇതിന് എന്തായാലും ഇതിന് 500 above ആണ്. പക്ഷേ ഞാൻ വാങ്ങിച്ചത് 300 സംതിങ്ങിനാണ്. അപ്പോൾ നിങ്ങൾക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഒരു എന്താ പറയുന്നത് ലിപ്സ്റ്റിക്കാണ്. ലിപ് ക്രീമാണിത്, ലിപ്സ്റ്റിക്ക് തന്നെ. ആക്ച്വലി ഇത് ഞാൻ ഇപ്പോൾ നൈക്ക സെയിലിൽ വാങ്ങിച്ചതല്ല. ഇത് ആക്ച്വലി ഞാനൊരു റെക്കമെൻഡേഷനായിട്ട് നിങ്ങൾക്ക് പറയുന്നതാണ്. നിങ്ങൾക്കിനി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് വാങ്ങിക്കാം. ഇത് സെയിലിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതിന് 200 സംതിങ് എങ്ങാണ്ടേ ഉള്ളത്. ഇത് ആക്ച്വലി മിസ് ക്ലെയറിൻ്റെ ആണ്. സോഫ്റ്റ് മെയ്ഡ് ലിപ് ക്രീമാണ്. കളർ ആക്ച്വലി 10 ആണ് ഷെയ്ഡ്. ഓക്കെ, ഇത് എൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേക്ക് എൻ്റെ സിസ്റ്റർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഗിഫ്റ്റ് കിട്ടി നെക്സ്റ്റ് ഡേ തൊട്ട് ഞാൻ എൻ്റെ ഓഫീസിൽ യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണിത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ രാവിലെ നിങ്ങളിത് ഒരു വെറ്റ് വൈപ്സ് എടുത്തോ അല്ലെങ്കിൽ റിമൂവർ എടുത്തോ, നിങ്ങളിത് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് വരെ നിങ്ങൾക്ക് രാവിലെയാണ് ഇത് യൂസ് ചെയ്തതെങ്കിൽ വൈകിട്ട് വരെ അതുപോലെ ഇരിക്കും. ഞാൻ ഇത്രയും നാൾ ഞാൻ ഒത്തിരി ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ച ലിപ്സ്റ്റിക്കിൽ എനിക്ക് ഇത്രയും എൻ്റെ ഒരു ലിപ്സിന്, അതായത് എൻ്റെ ലിപ്സ് ഡ്രൈ ലിപ്സാണ്. സോ എൻ്റെ ഒരു ലിപ്സിന് ഇത്രയും ആപ്റ്റായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്ക് വേറെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ ആ ഒരു ക്രീം, ആക്ച്വലി ഇത് ലിപ് ക്രീം എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ ലിപ് ക്രീം. ഒരു ക്രീമി ടെക്സ്ചറാണ്, കൺസിസ്റ്റൻസിയാണ്.
ഞാനിപ്പോൾ റീസെൻ്റായിട്ട് നൈക്കി കയറി നോക്കാൻ നേരത്ത് ഇതിന് ഏതാണ്ട് ഒരു 10-30 ഷെയ്ഡ് ഉണ്ടെന്ന് തോന്നുന്നു. അത്രയ്ക്ക് ഷെയ്ഡുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്കിലും ഒരു ലിപ്സ്റ്റിക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആപ്റ്റ് ആവും. അത് കാരണം നിങ്ങൾ ഉറപ്പായിട്ടും ഇത് കയറി നോക്കുക. ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. എനിക്ക് അറിഞ്ഞുകൂടി ഇത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടോയെന്ന്, ബട്ട് ഐ വിൽ ഹൈലി റെക്കമെൻഡ് ദിസ്. സോ ഇതാണ് ഇതിൻ്റെ കളറ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു എന്താ പറയുന്ന ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കളറാണ്. ചില പ്രൊഡക്ട്സിനൊക്കെ ഇപ്പോഴും എന്താ പറയുന്നത് ഇപ്പോഴും ഒത്തിരി ഡിസ്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ചെക്ക് ചെയ്ത് നോക്കുക. നിക്സ് പുഷപ്പ് ലിപ്സ്റ്റിക്കാണ്. ഇതിനും ആക്ച്വലി ഇത് ഞാൻ വാങ്ങിച്ചതിന് ശേഷം ആണ് ഇത് കണ്ടത്. ഇതും ആക്ച്വലി ആ മേബിലിൻ്റെ പോലത്തെ തന്നെ ഷാർപ്നർ ഉണ്ട്. ഞാൻ വിചാരിച്ചത് മേബിലിന് മാത്രമേ ആ തരത്തിലുള്ള പാക്കേജിങ് ഉള്ളൂ അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചത്. ഒരു യൂണിക് പാക്കേജിങ് ഒക്കെ പോലെ തോന്നി, പക്ഷെ അല്ല, ഇതിനും ഉണ്ട്. ഇത് നിക്സിൻ്റെ ആണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ഞാനൊന്ന് കാണിച്ചു തരാം. സോ ഇതിനേക്കാളി ഒരു ഇച്ചിരിയും കൂടെ ലൈറ്റ് ഷെയ്ഡാണ് ഇത്. നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു കോറൽ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. കോറൽ കൈൻഡ് ഓഫ് ഷെയ്ഡ് ആയതുകൊണ്ടായിരിക്കും എൻ്റെ ലിപ്സ് ആണെങ്കിൽ കുറച്ച് എന്താ പറയുക ലൈറ്റ് കളർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ലിപ്സ് മാത്രം ഒരുമാതിരി ഹൈലൈറ്റ് ആയിട്ടിരിക്കും. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്ത് എനിക്കതൊട്ടും ആ ഒരു ഫീലിംഗ് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഷെയ്ഡ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞത്. മേ ബി നിങ്ങൾക്കത് പെർഫെക്റ്റ് ആയിരിക്കും, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ന്യൂഡ് കൈൻഡ് ഓഫ് ഒരു നല്ലൊരു ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ ആണ്. ഇതിൻ്റെ ഫോർമുലേഷനും നല്ല ഫോർമുലേഷനാണ്. അത്യാവശ്യം കുഴപ്പമില്ല. ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കത്തൊന്നുമില്ല. കൈൻഡ് ഓഫ് ക്രീമി ടെക്സ്ചർ തന്നെയാണ്. പക്ഷേ ഇതിനെന്തോ 800 700 എങ്ങാണ്ടാണ്. പക്ഷെ ഞാനിത് വാങ്ങിച്ചത് 300 സംതിങ്ങിനാണ്, വിച്ച് ഈസ് എ സ്റ്റീൽ ആക്ച്വലി. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് കുറേ മാസ്ക് ആണ്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് മാസ്ക് ട്രൈ ചെയ്യുന്നതെങ്കിൽ ദ ബെസ്റ്റ് ബ്രാൻഡ് ഈസ് ഫേസ് ഷോപ്പ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് പൊമഗ്രാനൈറ്റ് ആണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലെമണിൻ്റെ ആണ്. ആൻഡ് തേർഡ് വൺ കുക്കുംബർ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് അവോക്കാഡോ. അപ്പോൾ ഇത് 4 ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതാണ് എന്താ പറയുന്നത് ഫേസ് ഷോപ്പിൻ്റെ ഞാൻ വാങ്ങിച്ച ഇത്രയും മാസ്കുകളാണ്. നെക്സ്റ്റ് വൺ ഈസ് ഫ്രം ഗാർണിയർ. ആക്ച്വലി ഇതും ഒരു സ്റ്റീലായിരുന്നു. ഇതെന്ന് പറയുന്നത് 150 റുപ്പീസാണ്. ഞാൻ വാങ്ങിച്ചത് 65-നോ 75-നോ ആണ്. അത് ഒത്തിരി കുറവാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഗാർണിയർ. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് മാസ്ക് ആണ് ഫ്രം ഗാർണിയർ. കാരണം ഗാർണിയർ ഇങ്ങനെ ഒരു മാസ്ക് ഉണ്ടെന്ന് തന്നെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇനി ഇതിനകത്തൊരു സ്പെഷ്യാലിറ്റി എന്തോന്ന് ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു വാട്ടർ. ഇത് ആക്ച്വലി ഇതിൻ്റെ സെറമാണ്. ഇവിടാണ് ഓക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ അപ്പർ പോർഷനിലാണ് ആക്ച്വലി ഇതിൻ്റെ മാസ്ക് ഉണ്ടല്ലോ, എന്താ ആ ഒരു ടിഷ്യൂ ഉണ്ടല്ലോ, ടിഷ്യൂ വന്നിട്ട് ഇതിൻ്റെ അപ്പർ പോർഷനിലാണ് ഇരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് വന്നിട്ട് ലാബ് കളക്ഷൻ മാസ്ക് ആണ്. ദിസ് ഈസ് ഫോർ ആൻറ്റി ഏജിങ് ആൻഡ് ഫേമിങ് ആൻഡ് ദിസ് ഈസ് ഫോർ ആൻറ്റി ബ്ലഷ് ആൻഡ് പോർ കെയർ. ഈ 2 മാസ്കാണ് ആക്ച്വലി ഞാൻ വാങ്ങിച്ചത്. ഞാൻ ഒത്തിരി നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചാണ് ഈ ലാബ് കളക്ഷൻ മാസ്ക്. ഓഫ് കോഴ്സ് ഇത് വന്നിട്ട് ഈ ഒരു മാസ്ക് ഉണ്ടല്ലോ, ഇത് വന്നിട്ട് ബ്ലാക്ക് ഹെഡ് 3 സ്റ്റെപ്പ് പ്രോഗ്രാം ആണ്. ഇത് എനിക്ക് തോന്നുന്നു ഞാനൊരു 3 ഇയേഴ്സ് അതെ 3 ഇയേഴ്സായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണിത്. അതായത് എൻ്റെ ഒരു ഇതൊരു നൈക്ക പിങ്ക് സെയിൽ ആയതുകൊണ്ട് വാങ്ങിച്ചൊന്നുമല്ല. ഇതെൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് വൺ ഓഫ് ദ പ്രൊഡക്റ്റ്. സോ ഇത് 3 സ്റ്റെപ്പ് ബ്ലാക്ക് ഹെഡ് റിമൂവലാണ്. നിങ്ങൾക്ക് ഒത്തിരി ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്, നിങ്ങൾ എന്താ പറയുന്നത് ഒത്തിരി സാധനമൊക്കെ യൂസ് ചെയ്തിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ മാസം ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുമല്ലോ, അതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിച്ചാൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഒരു 15 days വരെ ഓർ മോർ ദാൻ ദാറ്റ് വരെ നിൽക്കും.
പിന്നെന്താ പറയുന്നത്, നിങ്ങളുടെ ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് ആ ഒരു ഇൻറ്റൻസിറ്റി അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒത്തിരി ബ്ലാക്ക് ഹെഡ്സ് ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഭയങ്കര വലിയ മാറ്റമൊന്നും തോന്നത്തില്ല, ഒത്തിരി മാറ്റം നിങ്ങൾക്ക് തോന്നത്തില്ല ആ ഫസ്റ്റ് യൂസിൽ. എന്നിട്ട് നിങ്ങളിത് യൂസ് ചെയ്തിട്ട് 1 വീക്ക്, ഈ വീക്ക് യൂസ് ചെയ്താൽ യു ഹാവ് ടു യൂസ് ഇറ്റ് ഫോർ ദ നെക്സ്റ്റ് വീക്ക് ആൻഡ് യു വിൽ ഫൈൻഡ് എ സ്ലൈറ്റ് ഡിഫറൻസ്. ഇഫ് യു ആർ യൂസിങ് ഫോർ ദ 3rd വീക്ക്, ട്രസ്റ്റ് മീ, ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും. ആൻഡ് യു വിൽ താങ്ക് മീ ലേറ്റർ. സോ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് പ്രൊഡക്റ്റ് ഗൈസ്. ആക്ച്വലി ഇതിൻ്റെയൊക്കെ റിവ്യൂ വന്നിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ അത്രേ ഉള്ളൂ. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.